ലൂക്ക ടോക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ ബിനുജ വർമ്മയാണ്. ജീനോമിക്സ് ഗ്രൂപ്പ് TCS ഡൽഹിയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ആണ്. നമ്മളോട് ജീനോമിക്സും ജീൻ തെറാപ്പിയും എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാൻ പറ്റിയ ഏറ്റവും പറ്റിയ ഒരു സയന്റിസ്റ്റ് വിദഗ്ധയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് അദ്ദേഹത്തിനോട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കുറെ ചോദ്യങ്ങൾ ഈ ലെവലിൽ ഈ വിഷയത്തില് ആളുകൾക്കുള്ള ധാരണ, തെറ്റിദ്ധാരണ ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നോക്കാം. സ്വാഗതം ഡോക്ടർ ബിനുജ വർമ്മ ലൂക്ക ടോക്ക് ഷോയിലേക്ക്. നമുക്ക് ബയോളജി എന്ന് പറയുമ്പോൾ ആളുകളുടെ വിചാരം എല്ലാവർക്കും ബയോളജി അറിയാം, എല്ലാ ലേമനും ബയോളജി അറിയാം. ഫിസിക്സ് അതുപോലെയല്ല. തമോഗർത്തം അല്ലെങ്കിൽ നിബുല എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് അയ്യോ എനിക്കറിയില്ല, എനിക്ക് സയൻസ് ഒന്നും അറിയില്ല എന്ന് പറയും. ആ സമയം നമ്മൾ പറഞ്ഞു നോക്കൂ, ജീൻ തെറാപ്പി, ജീനോമിക്സ്, ഞങ്ങൾക്ക് എല്ലാം അറിയാം. അങ്ങനെയാണ് സാധാരണക്കാരുടെ ഒരു വിചാരം. പക്ഷേ അവര് ശരിക്കും വിചാരിച്ചു വെച്ചിരിക്കണതായിരിക്കണം എന്നില്ല. നമ്മള് സയന്റിസ്റ്റുകളുടെ വാക്കുകളും അവര് മനസ്സിലാക്കിയ ധാരണകളും അതുപോലെ ലേമാനിലേക്ക് എത്തുന്ന അറിവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ഓഡിയൻസ് 10ാം ക്ലാസ്സുകാര് ബയോളജി പഠിച്ച ആളാണെന്ന് വിചാരിച്ചിട്ട് ജീനോമിക്സും ജീൻ തെറാപ്പിയും ഒന്ന് വിശദീകരിക്കാം. ബയോളജി എന്ന് പറയുന്നത് വളരെ എല്ലാവരും വായിക്കും, പത്രത്തില് അല്ലെങ്കിൽ ഇന്റർനെറ്റ്. ഇറ്റ്സ് സംതിങ് വിച്ച് റിലേറ്റഡ് ടു ഹ്യൂമൻ ബോഡി ഒക്കെ ആയതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അൺലൈക്ക് റീഡിങ് സംതിങ് അബൌട്ട് കെമിസ്ട്രി, ഫിസിക്സ്, വെർ യു കാൻ സീ വാട്ട് ഹാപ്പൻസ്. സോ യു കാൻ നോട്ട് ഈവൻ എന്താ പറയുന്നത്, നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല വാട്ട് ഡസ് ഇറ്റ് ഡു ആക്ച്വലി. സോ പീപ്പിൾ ടെൻഡ് ടു റീഡ് എന്നുള്ളത് വളരെയധികം സത്യമാണ്. ഈവൻ ദർ ഇസ് എ ക്യൂരിയോസിറ്റി ആസ്പെക്ട് വാട്ട് എന്താ പറയുക നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നടക്കുന്നു അല്ലെങ്കിൽ ചുറ്റുവട്ടത്ത് നടക്കുന്നു, പ്ലാന്റ്സിൽ, എൻവിറോൺമെന്റ്, ഇതൊക്കെ വളരെയധികം ക്യൂരിയോസിറ്റിയാണ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ പോപ്പുലർ ബയോളജി ആസ് ഇറ്റ്സ് ഓൺ ബെനിഫിറ്റ് ഉണ്ട്, കുറേയധികം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ആൻഡ് പീപ്പിൾ ആർ അവെയർ ഓഫ് സർട്ടൻ ആസ്പെക്ട്സ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഓൾസോ. ജിനോമിക്സ് എന്താണ്, ജീൻ തെറാപ്പി എന്താണെന്ന് തന്നെ അറിയാമല്ലോ. അതർവൈസ് ഇഫ് യു ടോക്ക് അബൌട്ട് CERN, വെബ് ടെലിസ്കോപ്പ്, ഇതൊക്കെ കുറച്ച് പേർക്ക് അറിയത്തില്ല അൺലെസ് യു പെർട്ടിക്കുലർലി ഫോളോ ദോസ് ടോപ്പിക്സ്. പക്ഷെ ബയോളജി എന്നുള്ള ജീൻസ്, എസ്പെഷ്യലി ജിനോമിക്സ് ഒക്കെ വളരെയധികം ഫേമസ് ആണ്. വാട്സൺ ക്രിക്ക് എല്ലാവർക്കും അറിയാം, ഇൻക്ലൂഡിംഗ് സ്കൂൾ സ്റ്റുഡൻസ്. DNA, I think the DNA is now become an English word basically. DNA, അങ്ങനെ ഒരു പ്രാധാന്യം തന്നെയുണ്ട്. ഡെഫിനറ്റ്ലി കരിക്കുലത്തിലും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് ഫ്രം ദ സ്കൂൾ ഓൾസോ, ലിറ്റിൽ ബിറ്റ് അറ്റ്ലീസ്റ്റ് ഫ്രം 8th and 10th. വളരെയധികം എന്താ പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുണ്ട്. So when you call it genomics എന്ന് പറയുന്നത്, now I would say broadly genomics എന്ന് പറയുന്നത് ഒരു ടെക്നോളജി ആയിരുന്നു. Initially it was a tool basically when it originated, and over the last decade or so, more than a tool or a technology, now it has become a, I would say, discipline. അങ്ങനെ ഒരു വളർച്ച കണ്ടിട്ടുള്ള ഒരു ബയോടെക്നോളജിയുടെ ഒരു മേജർ ഡിസിപ്ലിൻ ആയി in its own way, and it has impact not only on humans, environment, sustainability, energy. ഒരു എന്താ പറയുന്നത് ഒരു ഏരിയയോ ഡൊമെയിനോ ജിനോമിക്സ് ടച്ച് ചെയ്യാത്ത ഒന്നുമില്ല. അങ്ങനെ ഒരു അത്രയധികം wherever there is life is, it has a impact എന്നുള്ള ഒരു രീതിയായി മാറി. ആൻഡ് ഓൾസോ ഇൻ ടേംസ് ഓഫ് നോൺ ലൈഫ് ഇമ്പാക്ട്, ഓൾസോ ഇൻ ടേംസ് ഓഫ് സ്റ്റോറേജ്, DNA കമ്പ്യൂട്ടിംഗ്, ഒത്തിരി എന്താ പറയുക ഡിസിപ്ലിൻ മുന്നേറ്റം കാണുന്നുണ്ട്. So genomics എന്ന് പറയുന്നത് when you call it simple ആയിട്ട് genomics എന്ന് പറയുന്നത്, it is basically it started, the definition started with we started to define genomics എന്ന് പറയുന്നത് it's a study of DNA in its entity. അതായത് ഒരു ഹോൾ എന്താ പറയുന്നത് ഒരു DNA കണ്ടന്റ് സ്റ്റഡി ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും from an organism that was termed as genomics initially, basically capturing the data of the entire genomic content. When I'm talking genomic content എന്ന് പറയുന്നത് basically genomic content initially ഉദ്ദേശിച്ചത് DNA-യുടെ എന്താ പറയുന്നത് ഡീറ്റെയിൽസ് ആണ് ഫ്രം ഓർഗനിസം. ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ ജീൻസും ഓരോ പാർട്ട് ഓഫ് DNA പഠിക്കുന്നത് നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്നു. ജിനോമിക്സ് എന്ന് പറയുന്നത് ഇൻ ടോട്ടാലിറ്റി, when you actually look at the entire genome, the total DNA content of an organism coming from a specific tissue അല്ലെങ്കിൽ body fluid, genomics എന്ന് പറയും. Omics actually is nothing but a computation, big data, larger volume of data എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു ടേമും കൂടെ ആഡ് ചെയ്തിട്ട് it become genomics. ഇപ്പം genomics എന്ന് പറയുന്നത് though it no longer only is related to the information of DNA അല്ലെങ്കിൽ genes in it has
I mean, now it encompasses more omics എന്ന് പറയുന്ന പോലെ, അതായത് പ്രോട്ടിയോമിക്സ്, ട്രാൻസ്ക്രിപ്റ്റോമിക്സ്, മെറ്റബോളോമിക്സ്, ലിപ്പിഡോമിക്സ്, ഇങ്ങനെ ഒത്തിരി 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 ഓമിക്സ് എന്ന് പറയുന്ന സാധനങ്ങൾ. അത് ഇതൊക്കെ വേറെ ഒന്നുമല്ല, എൻ്റയർ ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻ കണ്ടന്റ് പഠിക്കുന്നതിന് പ്രോട്ടിയോമിക്സ് എന്ന് പറയും. അടുത്ത് DNA കഴിഞ്ഞിട്ട് RNA എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടായിട്ടാണല്ലോ പ്രോട്ടീൻസ് ഉണ്ടാകുന്നത്. അപ്പൊ RNA പഠിക്കുന്നതിന് ട്രാൻസ്ക്രിപ്റ്റോമിക്സ് എന്ന് പറയുന്നു. അഗെയിൻ നമ്മുടെ ഒരു യൂറിനിലോ അല്ലെങ്കിൽ സെറത്തിലോ ഒക്കെ ഉള്ള മെറ്റബോളൈറ്റ്സിനെ ഒരുമിച്ച് പഠിക്കുന്നത്, അതായത് വാട്ട് എവർ ദറ്റ് ഇസ് പ്രസന്റ് അറ്റ് ദാറ്റ് ടൈം പോയിന്റ് എന്ന് പറയുന്ന ഒരുമിച്ച് പഠിക്കുന്നതിന് മെറ്റബോളോമിക്സ് എന്ന് പഠിക്കുന്നു. അങ്ങനെ പറയുന്നു. അങ്ങനെ പല 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 ഒമിക്സുകൾ വരുന്നുണ്ട്. സോ ഫ്രം ജിനോമിക്സ് നൗ ദ ഫീൽഡ് ഹാസ് മൂവ് ടു സംതിങ് കോൾഡ് മൾട്ടി ഒമിക്സ് ബേസിക്കലി. അപ്പം ഓഫ് കോഴ്സ് ജിനോമിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, ആ നെയിം ഇറ്റ് സ്റ്റിൽ സ്റ്റേസ്. സോ ഓൾ പോപ്പുലർ information content will have the word genomics because it's a very highly recognized word actually. Even companies എന്തെങ്കിലും പേരിടുകയാണെങ്കിൽ it says genomics ആണ് പറയുന്നത്. പക്ഷേ ഇപ്പം the field has emerged as multi-omics, which is more of a scientific word which we use. So when you call about if a drug discovery പല പല തലത്തിൽ പഠിക്കുകയാണെങ്കിൽ you don't no longer call it as genomics based target discovery. Multi-omics Okay. foundation ആയിട്ടുള്ള genomics has moved to multi-omics, but the name genomics is nothing but the study of any kind of a biological entity from a whole organism, living organism in പറയുന്നത് omics. And genomics particularly is the study of DNA or genes basically. That is the how I would like to define, or how is the current definition holds. Okay. ജീൻ തെറാപ്പിയെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. Okay. Again, gene therapy എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. It is not a new word actually, though gene therapy renaissance ആണ് ഇപ്പം you will see, post 2020. പക്ഷേ gene therapy എന്ന് പറയുന്നത് it is a very old name. It was even there in history of gene therapy ഒക്കെ ഇടയ്ക്ക് വെച്ച് വായിച്ചപ്പോൾ മനസ്സിലായി. It is as early as 1960 and 70s the word was there. That is the promise or the possibility of using genes for therapeutic purposes nu parayunna gene therapy nu parayunnathu. Now how to use it, there are different mechanisms. But the word gene therapy is using genes as a therapeutic product or a therapeutic approach is gene therapy. Gene therapy nu parayunna pala pala reethiyilundu. നമുക്ക് the common form of gene therapy എന്ന് പറയുന്നത് what happens is നമ്മുടെ ബോഡിയുടെ പുറത്ത് വെച്ചിട്ട് കറക്ഷൻസ് ഒക്കെ നടത്തിയിട്ട് കറക്റ്റഡ് ജീനിനെ നമ്മൾ ബോഡിയിൽ അകത്തോട്ട് പിന്നെ ഇൻട്രൊഡ്യൂസ് ടു ദ ബോഡി. ദാറ്റ് പറയുന്നത് എക്സ് വിവോ ജീൻ തെറപ്പി. വാട്ട് എവർ ദാറ്റ് ഹാപ്പൻസ് ഇസ് ഓൾ ദി പ്രോസസ്സസ് ഓഫ് മാനുഫാക്ചറിങ് ദിസ് ജീൻ, പാക്കേജിങ് ഈ ജീന്, ഇതിനൊക്കെ ബോഡിയുടെ പുറത്ത് നടക്കുന്നു. ദാറ്റ്സ് എ മോസ്റ്റ് കോമൺ ഫോം ഓഫ് ജീൻ തെറപ്പി. പിന്നീടുള്ളത് ഇൻവിവോ ജീൻ തെറപ്പി എന്ന് പറയും. ഇൻവിവോ ജീൻ തെറപ്പി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്ത് ഒരു എന്താ പറയുന്നത് ഫങ്ഷണൽ ജീനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ബോഡി തന്നെ നമ്മുടെ സെൽസ് തന്നെ അതിനെ പിന്നെ ഏറ്റെടുത്ത് പിന്നെ ഡിഫോൾട്ടി ജീനിനെ റീപ്ലേസ് ചെയ്ത് ഇത് നല്ല ജീൻ വെച്ചുണ്ടാകുന്ന തെറപ്യൂട്ടിക് ഔട്ട്കം ആണ് ഇൻവിവോ ജീൻ തെറപ്പി എന്ന് പറയുന്നത്. കോമൺ ഫോം ഈവൻ ടുഡേ ആസ് ഓഫ് ഈവൻ there are many successful gene therapies now in different forms of clinical trials, and also a couple of them are in the market also. That usually ex vivo and there are in vivo which are also making breakthroughs, definitely. So gene therapy it's nothing very simple, using gene for therapeutic purpose. Different ways are there. Gene ഒരു സാധനം മാത്രമല്ല, സെൽസിനെ റീഎഞ്ചിനീയർ ചെയ്യാം, അതിൻ്റെ അകത്ത് ജീൻ മോഡിഫിക്കേഷൻസ് നടത്താം. ഒരു ജീൻ ഫ്രാഗ്മെന്റ് യു ക്യാൻ ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ ബോഡി. അതൊക്കെ പല രീതിയിലുള്ള ജീൻ തെറപ്പീസ് ഉണ്ട്. Or you change something in the gene, you silence a gene. So gene therapy എന്ന് പറയുന്നത് ഒരു I would say ഒരു curative form of therapy which has multiple ways of അതിപ്പോ ഒരു larger ഒരു എന്താ പറയുന്ന term ആയി മാറി. Underneath you have many correctional therapies that are possible. Bacterial therapies, cell therapies, you name it. നമ്മളിപ്പോ തന്നെ കോവിഡ് വാക്സിൻ, മോഡേണയുടെ mRNA therapies, that actually is a gene therapy. You're introducing എന്താ പറയുന്നത് ഒരു സ്പൈക്ക് പ്രോട്ടീന്റെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു mRNA ബോഡിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇറ്റ് ടെൽസ് യുവർ ഹ്യൂമൻ ബോഡി ടു പ്രൊഡ്യൂസ് മോർ സ്പൈക്ക് പ്രോട്ടീൻസ് so that your antibodies are developed against that spike protein. So you have enough antibodies to prevent COVID virus infection. That's again a form of gene therapy.
may not be the conventional gene therapy, but it has now for kind of, a broader definition where multiple correction therapies are. So I hope this would suffice as I mean, the way I look at the gene therapy. Yeah. മുന്നോട്ട് പോകുന്നതിന് മുന്നേ ഡോക്ടർ പറഞ്ഞല്ലോ XYO ആൻഡ് ഇൻവൈവോ എന്ന്. ആളുകൾക്ക് XYO ഇൻവൈവോ മനസ്സിലാവില്ല ആണുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് വിശദീകരിക്കാം. എന്താണ് XYO? ഇൻവൈവോ ഇപ്പൊ അധികം ഇല്ല എന്നും പറഞ്ഞു. ഇൻവൈവോ ആണെന്നാണ്. അപ്പൊ അതൊന്ന് വിശദീകരിക്കാം. എന്താണ് ആക്ച്വലി ചെയ്യുന്നത് XYOയിലെ ഇൻവൈവോയിൽ എന്നുള്ളത്? Okay. Ex vivo gene therapy, again, when I call it gene therapy, most of the gene therapies are, you can also broadly term it as cell therapies also, where രണ്ടും CGT എന്ന് പറയുന്നതാണ് ഒരു കോമൺ വേർഡ്. അതായത് സെൽ ആൻഡ് ജീൻ തെറപ്പി ഒരുമിച്ച് ഉപയോഗിക്കാൻ പറയും. ഇപ്പം അതായത് സെൽ തെറപ്പി is much more common. There are more successful cell therapies like CAR-T cell therapy. വളരെ ഫേമസ് ആണല്ലോ ലുക്കീമിയ. നോവാർട്ടിസിന്റെ വളരെ ബ്രേക്ക് ത്രൂ ആയിരുന്നല്ലോ 2020. Everybody was, I mean, വളരെയധികം സന്തോഷകരമായിട്ട് എല്ലാവരും വായിച്ചത്. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്, ദാറ്റ്സ് എ ഡിഫറൻറ്റ് സ്റ്റോറി. പക്ഷെ അതൊരു വളരെയധികം ഫേമസ് ആയിട്ടുള്ള തെറപ്പിയാണ്. എനിക്ക് തോന്നുന്നു ലുക്കീമിയക്ക് ഇപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? എക്സെപ്റ്റ് ഇറ്റ്സ് വേൾഡ് ഓവർ, യെസ്. ഇന്ത്യയിൽ വളരെ കുറവാണ്. അതെ, ഇന്ത്യയിൽ നമ്മൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ പുറത്തു പോയിട്ടാണ് ചെയ്യുന്നത് അധികം. അതെ, റൈറ്റ് നൗ യു കാൻറ്റ് ഗെറ്റ് ഇറ്റ് എക്സെപ്റ്റ് ഫോർ ടാറ്റ മെഡിക്കൽ ഹോസ്പിറ്റലിൽ. There is a clinical trial that is happening where they have injected 20 patients basically. അതാണ് ഇപ്പൊ ഇന്ത്യയിൽ കാട്ടിയുടെ സെൽ തെറപ്പിയിൽ നടക്കുന്നത്. അതർവൈസ് ഇറ്റ്സ് നോട്ട് വെരി കോമൺ. There are some therapies ഇന്ത്യയിൽ ഉണ്ട്. ഹിന്ദുജ ഹോസ്പിറ്റൽ പ്രൊവൈഡ് certain therapies. Usually they are cell therapies basically. പക്ഷെ ആൾക്കാര്, പക്ഷെ ഇറ്റ് ഇസ് നൗ കോൾഡ് CGT, which is cell and gene therapy എന്നുള്ള ഒരു ബ്രോഡർ. Even all pharma therapeutic companies, new age companies, everybody now is calling it as CGT pipeline. That's a word ഇപ്പം ഉപയോഗിക്കുന്നത്, cell and gene therapy. അപ്പം അതിന്റെ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്. എക്സ് വിവോ എന്ന് പറയുന്നത് നമ്മള് there are two aspects. One is you can വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള തെറപ്പി ഉണ്ട്. അതായത് യു ടേക്ക് ദ എന്താ പറയുന്നത് പേഷ്യൻസിന്റെ സെല്ല് തന്നെ എടുത്തിട്ട് യു ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് റീ എഞ്ചിനീയർ ദ സെൽസ്, either by introducing the protein that needs to go into the patient, or correct the gene, or you എന്താ പറയുന്നത് ആ ജീനിനെ റീപ്ലേസ് ചെയ്ത് effective ആയിട്ട് ഫങ്ഷണൽ ജീനിനെ റീപ്ലേസ് ചെയ്തിട്ട് യു ഇൻട്രൊഡ്യൂസ് ദ സെൽസ് ബാക്ക് ഇൻ ടു ദ പേഷ്യൻസ്. യു കനോട്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് 10 or 15 cells. You have to grow in millions, in the order of millions actually, to put into an effective number of cells in the human body. അപ്പം അതാണ് എക്സ് വിവോ. ഇറ്റ് റിക്വയർസ് massive manufacturing, not in terms of biological or new small molecules in the manufacturing equivalent data, but it requires specialized manufacturing capabilities, robotic automation, cells in a maintain cheyanalla cell banks venam, adu grow cheyna at every level. You need to do the quality control. appo idu porthu nadannittu nammal idanella engineer cheyidittu, it is called cell engineering or gene engineering that happens outside the body, happens with under or inside the premises or the specialized laboratories of this therapeutic laboratories. അതായത് ഇപ്പം എല്ലാ സെൽ laboratories ഉണ്ട്, സെൽ companies ഉണ്ട്, which are new companies. These are not the traditional pharma like GSK, Pfizer. അവരൊക്കെ ആണെങ്കിലും അവർ വേറെ കമ്പനീസുമായിട്ട് ഈ സെൽ തെറപ്യൂട്ടിക്സ് ഉണ്ടാക്കുന്ന കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് നടക്കുന്നത്. Basically, the traditional pharma lost a little bit with respect to the cell and gene therapy race because these requires very specialized pipelines. അപ്പം ഇത് പുറത്ത് നടന്ന് തെറപ്യൂട്ടിക് മാനുഫാക്ചറിങ്, highly specialized, entirely QC'd, packaging നടക്കണം. It requires a special shipment, logistic, cold chain shipments, and some of them are even shipped as minus 120 degrees. അപ്പം ഇതൊക്കെ വളരെ specialized process that happens outside our body. And it requires, there's a life cycle to it. There is so many weeks, 2 weeks or 3 weeks where the cells get manufactured and it becomes a production quality, which can again go back to the patient. So it starts with the patient cells. They grow, re-engineer it outside in a manufacturing, specialized manufacturing laboratories. Then they grow it up to, let's say, 1 million cells with the re-engineered good, whatever protein or gene, and they put it back to introduce it back to the patients. Idana ex vivo gene therapy or cell therapy, which is it's most common. Most of the cell therapies like inherited retinopathy, അല്ലെങ്കിൽ
some of the hypercholesterolemia, lipase-നെതിരെയുള്ള cell therapy. ഇതെല്ലാം gene therapy ex vivo therapies. And if you look at it, most of it are ex vivo therapies. And they are actually introduced it back to the, packaged it back to the patients, and the patients, they monitor it. Once it's introduced to the patients are followed up actually for so many, I mean, immediately inside the clinic for short-term side effects, and then eventually followed up for the long-term side effects. അതൊക്കെ ഒരു ഫാർമയുടെ അല്ലെങ്കിൽ ആ ഒരു ജീൻ തെറപ്പി കമ്പനിയുടെ ഭാഗമായിട്ട് അതെല്ലാം ചെയ്യണം. That's how the therapy works. It does not that the patient has the cells and go back to home and go up for follow-up. It is completely monitored, managed kind of therapy system. In vivo എന്ന് പറയുന്നത് what it does is നമ്മൾ ഒരു for example ഒരു gene defect ഉണ്ട്, OCT, it's a gene which actually I think first few gene therapies ഉണ്ടായത്, I mean അത് എന്താണെന്ന് വെച്ചാൽ ഒരു ലിവറിനൊരു പ്രോട്ടീനെ മെറ്റബലൈസ് ചെയ്യേണ്ട കേപ്പബിലിറ്റി പോയി ഈ ജീനിന്റെ മ്യൂട്ടേഷൻ കാരണം. So what they have done is അവരൊരു അഡിനോ വെക്ടറിൽ ഈ ജീൻ, അതായത് functional ജീനിനെ introduce ചെയ്തിട്ട് ഇതൊരു packaging vector is whatever you see when you cannot just introduce the gene directly into the bloodstream, or you cannot inject to the organ. What you need is ഒരു multiply ചെയ്യുന്ന cells multiply ചെയ്യുന്ന ഒരു പാക്കേജിംഗിലോട്ട് നമ്മൾ introduce അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് പിന്നെ ബോഡിയിലോട്ട് introduce ചെയ്യുന്നത്. So usually viral vectors are the most commonly used packaging, കാരണം അവർക്ക് നമ്മുടെ ബോഡിയിലോട്ട് ഈസിലി എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഉണ്ട് വൈറസസിന്, ബിക്കോസ് the capsid allows you to enter it body. അപ്പം അത് പാക്കേജ് ചെയ്തിട്ട് നമ്മൾ ബോഡിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. And usually it could be the site of അതിനകത്തൊരു ചെറിയൊരു റീജിയൻ കാണും ആ ജീനിൽ, which will direct it to the site of, ഇപ്പം liver ആണ് organ where it needed the gene therapy to be. And what happens is ആ ഒരു പാക്കേജ്ഡ് ജീനിനെ ലിവറിലോട്ട് തന്നെ ബ്ലഡ് കൊണ്ട് എത്തിക്കുകയും അവിടെ ആ ജീൻ എക്സ്പ്രസ് ചെയ്യാനും തുടങ്ങും. So what it does is it actually takes up or replaces a function of the defective gene that is already present in the human body, and അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അത് one form of, that's a major, most common form of gene therapy. As I said, that ഒത്തിരി types of content. You can activate a gene within by adding something, or you can what you call it സ്റ്റോപ്പ് ചെയ്യാം ജീനിനെ, അതായത് ഇൻഹിബിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ തെറപ്പി ഉണ്ട്. പക്ഷെ ദിസ് ഐ എം ടോക്കിംഗ് ഇസ് എ വെരി ജനറൽ ഫോം ഓഫ് ജീൻ തെറപ്പി. അത് കഴിഞ്ഞിട്ട് ദാറ്റ്സ് ഇൻ വിവോ, വേർ യു ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ഇറ്റ് ഡയറക്ട്ലി ടു ദി പേഴ്സൺസ് ഓർഗൻ ഓർ എ ബ്ലഡ് സ്ട്രീം, വേർ ദ ബ്ലഡ് സ്ട്രീം ടേക്സ് ഇറ്റ് ടു ദി ഓർഗൻ. ഡിഫറെന്റ് മെക്കാനിസംസ് ഉണ്ട്. ദാറ്റ് ഇസ് ഇൻ വിവോ ജീൻ തെറപ്പി. അപ്പൊ നമ്മൾക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് എന്താണ് ജീനോമിക്സും ജെനറ്റിക്സും തമ്മിലുള്ള വ്യത്യാസം. അത് തന്നെ ആളുകൾക്ക് ഒരുപക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാവും. ജീനോമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മള് ഹോൾ ജീനിന്റെ ബോഡിയിലുള്ള ഹോൾ ജീനിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ജെനറ്റിക്സ് ജീനിന്റെ പ്രത്യേക എക്സ്പ്രഷൻസ് പഠിക്കുന്നതാണ്, അത് വ്യത്യാസമുണ്ട്. എക്സ് വൈവോ പുറത്ത് വെച്ചിട്ടെല്ലാം സെൽസും ഉണ്ടാക്കി അകത്ത് വിടുന്നതുണ്ട്. ഇൻവിവോ അകത്ത് ജീനിനെ കയറ്റിവിട്ട് അവിടെ തന്നെ മെക്കാനിസം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇത്രയും കാര്യങ്ങൾ ചേർന്നതാണ് ഈ ജീനോമിക്സ്. ഒത്തിരി കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ എനിക്കിപ്പോ ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഞാൻ ഇപ്പൊ TCS പോലുള്ള ഒരു IT കമ്പനി ജീനോമിക്സ് എടുക്കുമ്പോ അതില് എന്താണെന്ന് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. ഇപ്പൊ ഡോക്ടർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, IT ആയിട്ടാണ്, ഒരു IT ഫീൽഡ്, ടെക്നോളജി ഫീൽഡ്, IT അല്ല ടെക്നോളജി ഫീൽഡ് ആയിട്ടാണ് ജീനോമിക്സ് ഡെവലപ്പ് ചെയ്തത് തന്നെ. ബയോളജി അതിൽ സെക്കൻഡറി ആണ് തുടക്കത്തില്. പക്ഷെ ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അതിന് ഒരുപക്ഷെ അതിന്റെ പ്രപ്പോർഷൻസ് വ്യത്യാസപ്പെടാം. അപ്പോ ഒരു ബയോളജി, അപ്പൊ നമ്മൾ ആദ്യം വിചാരിക്കും ഇത് ബയോളജിക്കാർക്കുള്ളതാ, ടെക്നോളജിക്കാർക്കുള്ളതല്ലാന്ന് ആളുകൾക്ക് ധാരണയുണ്ടാവാം. എന്തുകൊണ്ടാണ് ടെക്നോളജി പീപ്പിൾ കൂടുതലായിട്ട് ഇത് പഠിക്കേണ്ടത് ഒരു ആവശ്യകത? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ കുട്ടികൾ എന്നോട് ചോദിക്കും ഏത് ഫീൽഡിലാണ് പോകേണ്ടതെന്ന്. ഇപ്പൊ ഏറ്റവും സയന്റിഫിക്കില് റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഏത് ഫീൽഡിൽ പോകണം എന്ന് എന്നോട് ബേസിക് സയൻസിലെ കുട്ടികൾ ചോദിച്ചാൽ ഞാൻ അപ്പൊ പറയും, നിങ്ങൾ ആദ്യം ഫിസിക്സ് പഠിക്കുക, ഫിസിക്സ് പഠിച്ചിട്ട് ബയോളജി ചെയ്യാൻ പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് കൂടുതൽ എംപിരിക്കൽ തിയറികൾ ഉള്ളത് അല്ലെ. അപ്പൊ എന്താണ് ടെക്നോളജി ജീനോമിക്സിൽ ശരിക്കും എന്തൊക്കെ വണ്ടറുകളാണ് ടെക്നോളജി ചെയ്യുന്നത്? Before answering that, I would like to say the biology എന്ന് പറയുന്നത് no longer a traditional biology അല്ല. ഇപ്പൊ biology എന്ന് പറയുന്നത് that's actually the main crux of the answer. It's not a traditional biology where you are looking at it, observing it using eyes.
അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നു, നമ്മൾ ഒരു ചെറിയ ഒരു പെട്രി ഡിഷിൽ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തി പഠിക്കുന്നു. നോ ലോങ്ങർ ബയോളജി. ഐ എം നോട്ട് സെയിങ് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടീസ്ഡ് ലൈക്ക് ദാറ്റ്, പക്ഷേ ബയോളജി ഇസ് മൂവ് ഫ്രം ദർ. ഞാൻ എന്റെ സ്വന്തം പഠനം ഹാസ് ബീൻ ഓൾവേസ് വിത്ത് സ്മോൾ ട്യൂബ്സ് വെർ ഐ എം പൈപ്പറ്റിംഗ് സംതിങ്, അങ്ങനെയൊക്കെ പഠിച്ച learned biology in 90s basically. But now I don't do any of those things. But I'm still calling myself a biologist. But I'm looking at the data. That's all I do. Yes, it is now data actually. So biology is actually a data science now. Adinte pitfalls okke undu adindedaya. So we are more taken away by data, excluding the larger picture. Adakke vere adinte oru vasham vere. But let's talk about the major impact of data in biology ennallathu. And genomics is one of the major contributor of the data. That is, genomics in the technology parinamamayitte you can collect a lot of data. I mean, the volume of data bhayangara high aanu. Not only volume, the velocity of the data, that is the data coming in from different angles and streams. Adum valare adhigam aanu. Then technology in terms of collecting or generating the data, very fast pacing on. Early time nammal oru Sanger sequencing or PCR okke vechittana nammal genes padichukondirunnu. Adu kayinju Sanger sequencing is still a lot of relevance. PCR we still do in our lab, but genomics technology, post human genome project, I would say that would be the hallmark where the technology started evolving. 2003 human genome project porathu vannapol it took almost 13 years to sequence the entire genome. 13 years. Now we can do it in 5 years. A lab sitting in Stanford does it in 5 years. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു ഒരു ഓസ്ലോയുടെ ഒരു ഹോസ്പിറ്റലിൽ while they are doing the surgery, they are sequencing. They were doing a surgery of a brain cancer patient. They were sequencing simultaneously, looking at the DNA variations. So what is the technology advancement that has happened? Appo ee data velocity, I would say volume and veracity, the complexity of the data that is coming in, because you're not looking at a static data, you're looking at a dynamic data, right? The biological data eppozhum dynamic data aanu. So the data generation capability valare adhigam munnetram, I breakthrough undayi, technology advancement undayi. Suddenly you have enormous amount of data lying in your servers. Obviously the regular computers cannot hold any of those data, cannot read. Even you and I cannot read those data, because that requires specialized computational programs to look at the data, because the technology generating the data human eye no onnum cheyan pattilla, and the millions of data points namukku nokkan pattilla. So you need digital technologies, you need computational technologies to read this data, to analyze the data, to manage this data, to curate this data. Otherwise, how will we make meaningful scientific discoveries? So that is the basis of technology need for big data, which is biology is a big data, genomics is a big data. So companies like IT companies, IBM, Accenture were the early companies which actually have realized that biology, DNA, genomes like valare adhigam contribution, and there is a lot of industrial needs and strategization, and also the industry needs to also cope up with the needs of the biology research, and not only biology research, entire life science research, I would say. Adu karanam this companies also have started looking into methods and approaches how to partner for biology research and life science research, where therein comes the importance of digital technologies, and it's like in storage data ivide store cheyunu, that was the high, you need high performance computing systems to store the data. And some of these computational algorithms, adakku valare adhigam computation intense, ഒത്തിരി അതിനുള്ളിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഓൾസോ ടു ഗിവ് മീനിങ് ഡേറ്റ, അതായത് ഇപ്പം AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന പുതിയ തരംഗങ്ങളുണ്ട്. ഹൗ AI is different thing. So called AI is what we call is very weak AI എന്ന് തന്നെ പറയും. ഇപ്പോഴും AI has not reached its potential എന്നാണ് പറയുന്നത്. ഈ AI എന്നൊക്കെ പറയുന്ന ക്ലെയിം ചെയ്യുന്ന പലരും does a lot of manual work. I mean, that is true. I know this because I am in there, but still you can call a lot of things happening in machine learning and AI. Patient data is now new oil. So even any data, patient data, any data, it is there. But in genomics നമുക്ക് ശരിക്കും ഒത്തിരി ഡേറ്റയുടെ ഉപയോഗം അതുകൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ IT ടെക്നോളജി, അതല്ലെങ്കിൽ IT ടെക്നോളജി, കമ്പ്യൂട്ടേഷൻ, എല്ലാവരും വരേണ്ട ഒരു ഫീൽഡാണ് ജീനോമിക്സ്. It is multidisciplinary. It cannot go without physics, chemistry, technology, you name it.
artificial intelligence. So it has to be there. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇനി അടുത്ത ഒരു ചോദ്യം ചോദിക്കേണ്ടത്, ഞാൻ ബേസിക് സയൻസിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോ എനിക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. എന്തുമാത്രമാണ് ടെക്നോളജി അഡ്വാൻസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആക്ച്വലി ഒരു ലീപ്പാണ് അല്ലെ, ലീപ്പ് എന്ന് പോലും പറഞ്ഞാൽ പോരാ. അതേസമയം നമ്മള് ബേസിക് സയൻസിലോട്ട് വരുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ഒരു ചാട്ടം ചാടിയിട്ടില്ല. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ മിക്ക കേസുകളിലും ആംനിയോസെന്റസിസ് ചെയ്യും. ഒരു ജീനോമിക്സ് ആപ്ലിക്കേഷനായിട്ട് ഞാൻ പറയുക, അത് DNA സീക്വൻസിങ് നമ്മൾ മിക്ക കേസിലും ആംനിയോസെന്റസിസ്, ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉള്ള പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് നമ്മൾ ആംനിയോസെന്റസിസ് ചെയ്ത് ജീൻ സീക്വൻസിങ് കണ്ടുപിടിക്കും. പക്ഷെ അതിന്റെ പലതരത്തിലുള്ള കാരിയോടൈപ്പുകളും ടെസ്റ്റുകൾ മാത്രമല്ല, അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ടെസ്റ്റുകളും ഇന്ന് ഇന്ത്യയിൽ തന്നെ ലബോറട്ടറികള് നമ്മൾക്ക് അവർ പറയും ഇത് ചെയ്തോ അത് ചെയ്തോ എന്നൊക്കെ പറയും. പക്ഷെ സെൻസ് ഉള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിൽ പറയും അതൊന്നും ചെയ്യണ്ട, അത് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് ജീനിന്റെ എല്ലാ പൊസിഷൻസും കിട്ടും, എല്ലാം കിട്ടും. പക്ഷെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ടെക്നോളജി കുതിച്ചു ചാടുകയും ബേസിക് സയൻസ് ലാഗുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ജീനോമിക്സിലെ ശരിക്കുമുള്ള അവസ്ഥ എന്താണ്? ശരിക്കുമുള്ള റിസർച്ച് ഫീൽഡിലുള്ള ശരിക്കുള്ള അവസ്ഥ എന്താണ്? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈവൻ നമ്മളും സ്വന്തമായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ടെക്നോളജി ഡെഫിനറ്റ്ലി അഡ്വാൻസ് ചെയ്തു. ലോട്ട് ഓഫ് ഡേറ്റ, അഗെയിൻ ഡേറ്റ ജനറേഷൻ ടെക്നോളജി ഹാസ് far more surpassed the data analysis technologies. നമുക്ക് അറിഞ്ഞൂടാ, നമ്മുടെ ഒത്തിരി ഡേറ്റ ഉണ്ട്. അത് ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് നമ്മുടെ പിടിയിലൊന്നും അല്ല. കാരണം driven by industry. Technology companies are far ahead. അപ്പം മൾട്ടിപ്പിൾ ഡേറ്റ ഉണ്ടാകുന്നു. ലൈക്ക് ഐ ടോൾഡ് യു, സിംഗിൾ സെല്ലോ ഇപ്പം പുതിയൊരു തരംഗമാണ് സിംഗിൾ സെൽ ജിനോമിക്സ് അല്ലെങ്കിൽ സിംഗിൾ സെല്ലോമിക്സ്. അതായത് നമ്മൾ ഇതുവരെ ചെയ്യുന്ന, നമ്മൾ ലിവറിന്റെ ഒരു ടിഷ്യൂ എടുത്തു, നമ്മൾ ജിനോമിക്സ് പഠിക്കുന്നു. അത് എൻ്റയർ ടിഷ്യൂവിന്റെ ഒരു എല്ലാ മോളിക്യൂൾസും എല്ലാ സെൽസിലും ഉള്ള മോളിക്യൂൾസിനെ നമ്മൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഹെട്രോജിനസ് ആയിരിക്കാം. അപ്പൊ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിനെ നമ്മൾ അതിനെ നോർമലൈസ് ചെയ്ത് പോകും. പല സ്പൈക്കുകളും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ക്യാൻ വി സ്റ്റഡി എ സെറ്റ് ഓഫ് സെൽസ് വിച്ച് ഇസ് വെരി യുണീക്ക് ആൻഡ് സ്പെസിഫിക്. അങ്ങനെ അതാകുമ്പോഴത്തേക്ക് അതിന്റെ ഡൈനാമിക്സ് നമ്മൾ പഠിക്കാൻ പറ്റും. അങ്ങനെ ഒരു സിംഗിൾ സെൽ തരംഗങ്ങളാണ് ഇപ്പൊ കാണുന്നത്. സ്പേഷ്യൽ ടെക്നോളജീസ് ആർ കമ്മിങ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു DNA അല്ലെങ്കിൽ ഒരു RNA പഠിക്കുവാണെങ്കിൽ നമ്മൾ ഏത് സ്ഥലം, അതായത് ഒരു നമ്മളൊരു ക്യാൻസർ ടിഷ്യൂ എടുക്കുവാണെങ്കിൽ ഇത് ഏത് ഏത് പാർട്ട് ഓഫ് ദി ടിഷ്യൂ എന്നാണ് ഇത് വരുന്നത് നമുക്ക് അറിയില്ല. കാരണം യു ആക്ച്വലി എല്ലാം കൂടെ ബൾക്കിൽ നമ്മൾ എടുക്കുക കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം അത് നോർമലൈസ് ചെയ്ത് പോകും. Can you actually pinpoint out where this RNA is functional or where this RNA is expressed? അങ്ങനെയാണ് സ്പേഷ്യൽ ടെക്നോളജീസ് ഒക്കെ വരുന്നത്. ഇതെല്ലാം തന്നെ ഡേറ്റ തരുന്നുണ്ട്. പക്ഷെ നൗ ഹൗ ടു സി, ഇതൊക്കെ ഒരു സ്റ്റാൻഡ് അലോൺ ഡേറ്റ പഠിക്കാനുള്ള അനാലിസിസും കുറച്ചൊക്കെ അധികം മുന്നേ നല്ലവണ്ണം ഇറ്റ് ഇസ് എസ്റ്റാബ്ലിഷ്. പക്ഷേ പലപ്പോഴും നമ്മൾ ബിഗ് പിക്ചർ കിട്ടുന്നില്ല. നമ്മൾ ഒരു സാധനം പഠിച്ചു, പക്ഷേ വാട്ട് ഇറ്റ് ഡസ് ഇസ് ഹ്യൂമൻ ബോഡി, ഹ്യൂമൻ സെൽസ് ഒരു സിംഗിൾ അജണ്ടയിലല്ല പോകുന്നത്. ഇറ്റ് ഹാസ് ലോട്ട് ഓഫ് ക്രോസ് ടോക്ക്, ഇറ്റ് ഹാസ് കോംപ്ലെക്സ് നെറ്റ്വർക്സ്, ഇറ്റ് ഹാസ് കണക്ഷൻസ്. So what happens is the new biology, that is a network biology, is trying to solve lot of things. അല്ലെങ്കിൽ സിസ്റ്റം ബയോളജി എന്ന് പറയുന്നത് now it is called network biology. പണ്ടൊരു സിസ്റ്റം ബയോളജി അല്ലെങ്കിൽ സിസ്റ്റം മെഡിസിൻ എന്നൊക്കെ പറയുന്ന രീതിയായിരുന്നു. അപ്പം സിസ്റ്റം നെറ്റ്വർക്ക് ബയോളജി, അതായത് ഇതിന്റെ ക്രോസ് ടോക്ക് പഠിക്കണം. ഇതിന്റെയൊക്കെ അനാലിസിസും അതിന്റെ ഒരു സ്കിൽ സെറ്റ്സും നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഓഫ് കോഴ്സ് there are some methods and all are there. പക്ഷെ ഇപ്പോഴും what happens is what the data tells us in its holistic purpose പലപ്പോഴും നമ്മൾ രണ്ടാമത് വാലിഡേറ്റ് ചെയ്ത് വേറൊരു സിസ്റ്റത്തിൽ വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ അർത്ഥം നമ്മൾ പലപ്പോഴും ഒത്തിരി മിസ്സിംഗ് ഗ്യാപ്സ് ഉണ്ട്. വി ആർ നോട്ട് ഏബിൾ ടു ഒബ്സർവ് എവറിത്തിങ് വാട്ട് ഡേറ്റ ടെൽസ് us. അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് ഇനി റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി അനാലിസിസ് ഒക്കെ, കമ്പ്യൂട്ടേഷണൽ മെത്തേഡ്സ് ടു ലുക്ക് അറ്റ് ദ ഡേറ്റ. ഓൾസോ നമ്മുടെ എഡ്യൂക്കേഷന്റെ സിസ്റ്റമായിട്ട് നമ്മളൊക്കെ ഒറ്റ ഡിസിപ്ലിനിൽ പഠിച്ചു വരികയാണ്. സോ അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കണക്ടിങ് ദ ഡോട്ട്സ് ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടാണ് ഫോർ ഹ്യൂമൻ. സോ ദർ ഇസ് മോർ ഓഫ് ഇന്റർഡിസിപ്ലിനറി ടീം ഉണ്ടാവണം.
ഒരു ടീമിൽ ബയോളജിസ്റ്റ് മാത്രം പറ്റില്ല. യു നീഡ് കമ്പ്യൂട്ടർ സയൻസ്, യു നീഡ് ഫിസിസിസ്റ്റ്, യു നീഡ് ബയോകെമിസ്റ്റ്, യു നീഡ് evolutionary biologists, because a lot of things are evolving. Why elephants do not get that much as cancer? Because there are certain by which their p53 functions vis-a-vis a p53 gene in humans. ഒത്തിരി നമ്മൾ ഈ കണക്ടിങ് ഡോട്ട്സ് എന്ന് പറയുന്ന സാധനം ഇപ്പോഴും പല റിസർച്ചിലും നടക്കുന്നില്ല. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കൊലാബറേറ്റീവ് സെൻസ് ഓഫ് ലുക്കിംഗ് ഇറ്റ് ടുഗെദർ നടക്കുന്നില്ല. പിന്നെ എന്താ പറയുന്നത്, അനാലിസിസ് മെത്തേഡ്സ് വളരെയധികം ഇംപ്രൂവ് ചെയ്യണം ടു ലുക്ക് അറ്റ് ദ ഡേറ്റ ആൻഡ് ഓൾസോ ടു ഇന്റഗ്രേറ്റ് വിത്ത് അതർ ഫോംസ് ഓഫ് ഡേറ്റ. നമ്മളിപ്പോൾ ഒരു ബയോളജിക്കൽ ഡേറ്റ അല്ലെങ്കിൽ ഒരു ലാബ് ജനറേറ്റഡ് ഡേറ്റ എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് ഡേറ്റ ആണ്. ഹൗ ഡു യു ഇന്റഗ്രേറ്റ് വിത്ത് പേഷ്യന്റ് ഡേറ്റ, ഹൗ ഡു ഇന്റഗ്രേറ്റ് വിത്ത് എൻവയോൺമെന്റ്, അതൊക്കെ ഒത്തിരി മെത്തേഡ്സ് വരണം. സോ ദാറ്റ് ഫീൽഡ് ഈസ് ഓൾസോ കൈൻഡ് ഓഫ് എമർജിങ്. ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു സെൽ ബേസ്ഡ് സ്റ്റഡീസ്, സ്മോൾ DNA മോളിക്യൂൾ സ്റ്റഡീസ് അതൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് മോർ. ബട്ട് ഫൈൻഡിങ് ക്ലിനിക്കൽ ക്യൂർസ്, ലുക്കിംഗ് അറ്റ് പേഷ്യന്റ് ഡേറ്റ ടു മേക്ക് പാറ്റേൺസ് ഓർ സിഗ്നേച്ചേഴ്സ്, അതൊക്കെ സ്റ്റിൽ ലോങ് വേ. ഒത്തിരി ക്ലെയിംസ് നടക്കുന്നുണ്ട്. ലൈക്ക് യു സേ ദാറ്റ് ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്യുക, ഇന്ന ടെസ്റ്റ് ചെയ്യുക, പക്ഷെ ദ ക്ലിനിക്കൽ വയബിലിറ്റി ഓഫ് ദോസ് ടെസ്റ്റ് ഇസ് സ്റ്റിൽ not very clear, because except for few genetic abnormalities, very ഇങ്ങനത്തെ pregnancy test like chromosome abnormalities ഒക്കെ അതൊക്കെ വളരെ well studied ആണ്. But they are larger rearrangements in the chromosome. അതൊക്കെ അതിന്റെ ഇമ്പാക്ട് ഒക്കെ വളരെ സ്റ്റഡീഡ് ആണ്. പക്ഷേ ഈ ചെറിയ മ്യൂട്ടേഷൻസിന്റെ ഒക്കെ ഇമ്പാക്ട് ഒക്കെ എന്ന് പറയുന്നത് നോട്ട് വെൽ സ്റ്റഡീഡ് ആണ്. അത് ഡസ് ഇറ്റ് ഹാവ് എൻ ഇമ്പാക്ട് വിത്ത് എൻവിറോൺമെന്റ് ടു മേക്ക് ഇറ്റ് ഡിസീസ് പ്രോൺ, അതൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ അത്ര പറ്റുന്നില്ല. സോ ദി യൂട്ടിലിറ്റി ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അണ്ടർലൈൻ കോസ് ഓഫ് സം ഓഫ് ദ ഡിസീസ് പാത്തോഫിസിയോളജി, വേരിയിങ് ഡിസീസ് ഫിനോടൈപ്സ്, ഇതൊക്കെ ഇപ്പോഴും പല ഡിസീസസിലും ഇൻക്ലൂഡിങ് ക്യാൻസർ ഇസ് വൺ ഓഫ് ദി വെൽ റിസർച്ച്ഡ് ഡിസീസ് എന്ന് പറയാം. ഇപ്പോഴും ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. അത് കാരണം യൂട്ടിലിറ്റി ഓഫ് ജിനോമിക് ടെസ്റ്റിംഗ് എന്നൊക്കെ ഉള്ളത് except for certain conditions, I would say. ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ബയോളജിയിലെ മെക്കാനിസംസ് ഒന്നും എല്ലാത്തിനും ഒരു ഫിസിക്സ് പറയുമ്പോൾ നമുക്ക് എന്താണ് ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അങ്ങ് ഡിഫൈൻ ചെയ്യാം. പക്ഷെ ബയോളജിയിലെ ഒരു മെക്കാനിസം ഡിഫൈൻ ചെയ്യാനായിട്ട് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതിനെ എംപിരിക്കൽ ആയിട്ട് തന്നെ പറയാൻ പറ്റുള്ളൂ. അതിനെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് ശാസ്ത്രം മുന്നോട്ട് പോകുന്നില്ല. അതിന് പകരം ടെക്നോളജിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അവിടെ എന്തുമാത്രം റിസർച്ച് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു സംശയമായിരുന്നത്. ഇത്രയും നമ്മുടെ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു. നേരത്തെ തന്നെ ഡോക്ടർ പറഞ്ഞു ഈ ക്യാൻസറിനൊക്കെ പേഴ്സണലൈസ്ഡ് ജീൻ തെറാപ്പി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങള് നമ്മളെപ്പോഴും പറയും ഓരോരുത്തരിലും വ്യത്യാസമാണ്. ഉദാഹരണത്തിന് ഡയബറ്റിക്സ് ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് ഹൃദയത്തിനെ സംബന്ധിക്കുന്നതായാലും എല്ലാ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾക്കും അതിന്റെ എൻവയോൺമെന്റ്, ആ മനുഷ്യന് ജീവിക്കുന്ന പ്രത്യേക സാഹചര്യങ്ങൾ എല്ലാത്തിനും അത് വ്യത്യാസമാണ്. അതിനർത്ഥം ഓരോരുത്തരെയും ബാധിക്കുന്ന രോഗങ്ങള് വ്യത്യാസമായിരിക്കും. നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്നത് ജനറിക് ആയിട്ടുള്ള ഒരു തെറാപ്പി സിസ്റ്റം ആണ്. എല്ലാവർക്കും പനി ഉണ്ടെങ്കിൽ എല്ലാവർക്കും പാരസെറ്റമോൾ ആണ്. അപ്പൊ ഇനി ഒരു പക്ഷേ വരാൻ പോകുന്നത് ഒരാൾക്ക് പനി ഉണ്ടെങ്കിൽ പാരാസെറ്റമോൾ ആണെങ്കിൽ, പനിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക്സിന് പ്രത്യേക മരുന്നാണ് കഴിക്കുന്നെങ്കിൽ അടുത്ത ആൾക്ക് ഒരു പക്ഷെ അതായിരിക്കില്ല. ഇത് ഈ ഒരു കൺസെപ്റ്റ് ജീനോമിക്സിന്റെ ബേസിസിൽ എന്തുമാത്രം നമുക്ക് വിശദീകരിക്കാം അല്ലെങ്കിൽ എലാബറേറ്റ് ചെയ്യാം? എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഭാവി? എങ്ങനെയായിരിക്കും ഒരു ഡയബറ്റിക്സ് ഉള്ള, ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ 2 പേർക്ക് ഡയബറ്റിക്സ് ഉണ്ട്. ഞാൻ 2 പേരും മെറ്റ്മോർഫിൻ ആയിരിക്കില്ല കഴിക്കുന്നത്, അല്ലെങ്കിൽ 2 പേരും ഇൻസുലിൻ ആയിരിക്കില്ല എടുക്കുന്നത്. അതിന് വ്യത്യാസം ഉണ്ടായിരിക്കും, അതിന് ട്രീറ്റ്മെന്റ് വ്യത്യാസം ഉണ്ടായിരിക്കാം. ഇത് ഫ്യൂച്ചറിലേക്ക് ഒന്ന് എക്സ്ട്രാപൊളേറ്റ് ചെയ്യാം. ഫ്യൂച്ചർ ഒന്നും വേണ്ട, റൈറ്റ് നൗ ഇറ്റ്സ് ഓൾസോ ഹാപ്പനിങ്. ഈ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഇനിഷ്യലി ഇറ്റ് വാസ് ബസ് വേർഡ്, ഐ വുഡ് സേ. പക്ഷേ ഈവൻ നമ്മുടെ എക്സ്പീരിയൻസിൽ ദ വർക്ക് വിത്ത് വിച്ച് വി ഡു ഇൻ ടാറ്റ മെഡിക്കൽ സെന്റർ ഓൾസോ ഇസ് ഹൈലി പേഴ്സണലൈസ്ഡ് മെഡിസിനിലോട്ടുള്ള പല രീതിയിലുള്ള വർക്ക് ബ്രീഫ്ലി ടോക്ക്. പിന്നെ അത് ഇറ്റ്സ് നൗ ദ മെയിൻ സ്ട്രീം, except for some diseases like fever, and I am not commenting. പക്ഷേ ഈവൻ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് കാർഡിയോവാസ്കുലർ എല്ലാവർക്കും ബീറ്റാ സ്റ്റാറ്റിൻ കഴിച്ചിട്ട് പ്രയോജനം ഉണ്ടാവണമെന്നില്ല. ലൈക്ക് മെറ്റ്ഫോർമിൻ ആസ് എ ഗുഡ് എക്സാമ്പിൾ. So personalized medicine has come to stay. All of us are going to go through it. അതിന്റെ മെയിൻ
മെയിൻ അഡ്വാൻസ്മെന്റ് എന്ന് പറയുന്നത് ജിനോമിക്സ് ആണ്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വേരിയേഷൻസ് ഇൻ ദ DNA that is contributing to the disease progression, disease response to specific treatment. അതിന്റെ അടിസ്ഥാനപരം എന്ന് പറയുന്നത് DNA സ്റ്റഡീസ് തന്നെയാണ്. And genomics has really contributed to this, and something called pharmacogenomics has come out as I would say a specialized field within genomics where we can understand whether certain drugs will benefit a person. ഇപ്പോൾ തന്നെ ഒത്തിരി മെഡിസിൻസ് FDA approved almost I think 419 pharmacogenomics markers and which encompasses almost more than 1,000 drugs. That's the FDA website says. Now how it is being applied in the normal clinics or only in the specialized clinics, that's a different question altogether. Even very pharma companies like Roche and all, when they bring out these days, post 2019, all the biologics treatment, everything comes with a companion diagnostics. Companion diagnostics is one the physician cancer in for example, imetinib drug. It's a chemotherapeutic drug. It's a monoclonal antibody. That's biologics a class of drugs. That's prescribed you need to do a genetic testing or a DNA testing. That's whether the potential of the drug in terms of patient's response. Even for breast cancer treatment, Oncotype DX, PAM50. India, they are getting it done before the start of the chemotherapy regime. Whether what is the dose that can be given to the patient, whether it is the response can we increase the dose or can we go for another line of therapy. Physicians, at the clinic, they try to find answers by using these tests. It's a form of personalized medicine, right? Again, when it comes to lifestyle diseases, yes, diabetes, hypertension, high cholesterol, cardiac illness, all drugs does not. Lot of genetic mutations and drugs in the response and influence drugs in the metabolism. Something like cytochrome P450, liver enzyme, what are basic പല drugs നമ്മുടെ specific changes അല്ലെങ്കിൽ mutations genes ഉണ്ടെങ്കിൽ they don't get metabolized by the liver. Bad metabolizers ഉണ്ട്, good metabolizers ഉണ്ട്. This is among people I'm talking. ഈ ഒരു ഫീൽഡ് I wouldn't say in 2010 ഇതിന്റെ തുടക്കം ഉണ്ടായിട്ട് പോലും in between actually ഇതിനൊരു ചെറിയൊരു മന്ദത സംഭവിച്ചിട്ടുണ്ട്. കാരണം ഇനീഷ്യലി when lot of genetic variants were studied in terms of drug response അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് lot of population based കമ്പണന്റ് ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് എൻവിറോൺമെന്റ് ഇമ്പാക്ട് ഉണ്ട്, എത്നിസിറ്റി, അതായത് ഇന്ത്യയിൽ തന്നെ പല എത്നിക് പോപ്പുലേഷൻ ഡിഫറെന്റ് മ്യൂട്ടേഷൻസ്, അതൊക്കെ തന്നെയും ഇതിനെ എന്താ പറയുന്നത് ഒത്തിരി കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് വാട്ട് ഈസ് ഒരു എന്താ പറയുന്നത് A is equal to B എന്നുള്ള ഒരു ഇക്വേഷൻ ഇത് ഇടാൻ പറ്റിയില്ല. അത് കാരണം തന്നെ ഇതിന്റെ ഒരു യൂട്ടിലിറ്റി കുറച്ച് കുറവ് വന്നു. സോ ദാറ്റ് റിക്വയർസ് us to have lot of population based genome sequencing or genome variation cataloging programs was required. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. UK, as you know that NHS, National Health എന്ന് പറയുന്നത് it's I would say world's largest government funded body on healthcare. What UK has done is they have a UK biobank which is very well known. Okay, what it has done is avade ella NHS scheme hospital വരുന്ന എല്ലാ പേഷ്യൻസിന്റെയും ബയോളജിക്കൽ സാമ്പിൾസ് അവർ ബാങ്ക് ചെയ്യും. എന്നിട്ട് അവര് എന്താ പറയുന്നത്, they have cancers, they have diabetes, they have hypertension, you name it. And along with that, they also are collecting normal healthy individuals, so-called self-reported normal healthy individuals. അവർ അതിന്റെ പാരാമീറ്റേഴ്സ് ഒക്കെ പിന്നെ എടുക്കുന്നുണ്ട്, how normal and normal അതൊക്കെ ഇത് ചെയ്യാന്. And these data is actually being and these samples are getting sequenced massive ആയിട്ട്. അതായത് they have already completed 100,000 genome sequencing and they are cataloging ഈ വേരിയേഷൻസ്, ഡ്രഗ് റെസ്പോൺസ്, ഇവരുടെ ക്ലിനിക്കൽ ഔട്ട്കംസ് എങ്ങനെയായിരിക്കും, ഈ പഠനങ്ങളൊക്കെ വളരെ അധികം ഉണ്ടാകണം. എന്നാലേ നമുക്ക് ഈ പേഴ്സണലൈസ്ഡ് മെഡിസിന്റെ എല്ലാ പോസിബിലിറ്റീസും ഉണ്ടാവുള്ളൂ. Ultimate goal is actually to treat a patient based on the genetic profile or whatever the treatment profile, the genetic patient ഉതകുന്ന ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതിന്റെ ഒരു കംപ്ലീറ്റ് പ്രോമിസ് റിയലൈസ് ചെയ്യണമെങ്കിൽ these kinds of programs should come in. In some diseases it has started. I wouldn't say it won't. Cancer is a one drug, especially chemotherapy ഒക്കെ ഇപ്പൊ പലപ്പോഴും ജീൻ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടൊക്കെയാണ് പിന്നെ കീമോതെറപ്പി
apart not only the gene testing, other than gene testing, it will be a lot of chromosomal abnormalities നോക്കും, അവരെ ക്ലിനിക്കൽ ഡേറ്റ നോക്കും, എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇവർ ഡിസിഷൻ എടുക്കുന്നത്. പക്ഷേ ജീൻ ടെസ്റ്റിംഗ് ഈസ് ഓൾസോ വെരി ക്രൂഷ്യൽ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ദ മോളിക്കുലർ ട്രീറ്റ്മെന്റ് റെസ്പോൺസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സിഗ്നേച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്ച്വലി ഇറ്റ് ഹസ് കം ടു മെയിൻ സ്ട്രീം. ടാറ്റ മെഡിക്കൽ സെന്ററിൽ ദ ലുക്കീമിയ പ്രോജക്ട് ദാറ്റ് വി ഡു, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ക്ലിനിക്കൽ ട്രയൽ. നമ്മൾ 5 സെന്റേഴ്സ് ഉണ്ട്, പിന്നെ ഈ പല ഇന്ത്യയിലുള്ള പല 5 സെന്റേഴ്സ് ഇൻക്ലൂഡിംഗ് TMH ആൻഡ് അതർ അഡയാർ ക്യാൻസർ ഹോസ്പിറ്റൽ, ഒത്തിരി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അവിടെ എല്ലാ ലുക്കീമിയ പേഷ്യന്റിനും they are doing a mutation testing. They do conventional mutation testing before they start the treatment. So ഇപ്പോൾ എന്താ ചെയ്യുന്നത്, but I'm also part of the project, hence I can claim that what we are doing is we are developing a next generation sequencing panel, that the genomics based or the gene panel sequencing ആയിട്ടുള്ള ഒരു genetic variations എല്ലാം പഠിച്ചിട്ട് can we look at the treatment response and thereby modify the treatment or therapeutic regime of the cancer patient. ഇത് തന്നെ already 500 patients കഴിഞ്ഞു ചെയ്തത്. Now, how mainstream it can be, the project, what this is a part of large clinical trial in leukemia, pediatric leukemia, one of the largest in Asia. What it wants to do is a treatment protocol which encompasses the gene testing and gene mutation identification, copy number variations. ഇതെല്ലാം കൂടെ incorporate ചെയ്തിട്ട് ഒരു treatment decision. They want to popularize it to entire Indian cancer hospitals. അതാണ് അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള അജണ്ട. I mean, which is one form of personalized therapy, right? Yes. Personalized medicine is here to stay. I don't think any drug could be prescribed. Even eventually, പോയി കഴിഞ്ഞാൽ ഒരു മെഡിസിനും എടുക്കില്ല without doing some testing. നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ പറയാൻ, ഇതിന്റെ പൊളിറ്റിക്സ് ഒക്കെ പറയാനുണ്ട്. അതിനു മുന്നേ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇപ്പോ ഡയബറ്റിക്സിനെ കുറിച്ചോ അതല്ലെങ്കിൽ അവർക്ക് സാധാരണ അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഒരുപക്ഷെ ഞാൻ എപ്പോഴും ആളുകളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് TB. അതായത് നമ്മളിപ്പോ തേർഡ് വേൾഡ് കൺട്രീസിൽ ഉള്ള പ്രിവെയിൽ ചെയ്യുന്ന, അതായത് ഏറ്റവും കൂടുതൽ തേർഡ് വേൾഡ് കൺട്രീസിൽ കണ്ടുവരുന്ന രോഗങ്ങൾ അതിന് വികസിത രാജ്യങ്ങളിൽ ഓൾറെഡി അത്രക്കില്ല, അല്ലെങ്കിൽ അവരൊക്കെ ഓൾമോസ്റ്റ് അവര് എല്ലാതും അവിടെ സുഖപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ വരുന്നില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് TB, മലേറിയ ഒക്കെ. അപ്പോ ഈ TB, മലേറിയ ആണെങ്കിൽ കൊതുകിനെ നമുക്ക് നിയന്ത്രിച്ചാൽ കുറെ കുറയും, പക്ഷെ TBക്ക് നമ്മുടെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഇത്തരത്തില് നമ്മളുടെ വികസിത രാജ്യങ്ങളിൽ നിയന്ത്രിക്കപ്പെടുകയും എന്നാൽ വികസ്വര രാജ്യങ്ങളിൽ നിയന്ത്രിക്കാതിരിക്കുകയും ചെയ്യുന്ന രോഗങ്ങളെ കുറിച്ച് ഞാനൊരു ബിഗ് ഫാർമയുടെ കാര്യം കൂടി പറയണം. അങ്ങനെയുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോ കൂടുതൽ ബാധിക്കുന്ന രോഗങ്ങൾ, ഇപ്പൊ ഡയബറ്റിക്സ് ഇല്ലാത്ത ആളുകൾ കേരളത്തിലൊക്കെ ഇല്ല എന്ന് തന്നെ പറയുന്ന രീതിയിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത്. BP ഉണ്ട് ആളുകൾക്ക്. അപ്പൊ ഇങ്ങനെ ഇതിനൊക്കെ അതിന് ഈ ജീൻ തെറാപ്പി സഹായിക്കുന്ന അത് എന്തൊക്കെ രീതിയിലാണ് ഇപ്പോ പ്രസന്റ് സാഹചര്യങ്ങളിൽ ജീൻ തെറാപ്പി നടക്കുന്ന ഇന്ത്യയിലോ അതല്ലെങ്കിൽ കേരളത്തിലോ എന്തൊക്കെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് എന്തുമാത്രം സാധാരണക്കാരനെ കൊണ്ട് താങ്ങാൻ പറ്റും? ചെലവ് ഒരു പ്രധാനമാണല്ലോ, അതിന് എന്തുമാത്രം ചെലവ് വരും എന്നുള്ളതാണ് സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന ഏറ്റവും വലിയ വിഷയം. അതുപോലെ തന്നെ ഇപ്പോ ഇംഗ്ലണ്ടിലെ നാഷണൽ ഹെൽത്ത് സർവീസിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വരാനുള്ള സാഹചര്യങ്ങൾ, അതായത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് വരുമ്പോൾ അങ്ങനെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കും. സാധാരണക്കാരനെ ഇത് എങ്ങനെ ബാധിക്കും അവന്റെ ഒരു ലുക്ക് പോയിന്റില്? അതെ, ഇതൊക്കെ വളരെ സയന്റിഫിക് റിസർച്ചിലും ഒക്കെ കേൾക്കാൻ നല്ല രസമുള്ള കാര്യമാണ്. കോമൺ ഡിസീസസിൽ ജീൻ തെറപ്പി, ഐ എം നോട്ട് സെയിങ് റിസർച്ച് നടക്കുന്നില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ദ ഫാക്ട് ദാറ്റ് മൾട്ടിപ്പിൾ ജീൻസ്, ഇപ്പം സോഫാർ ജീൻ തെറപ്പി സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നത് സിംഗിൾ ജീൻ തെറപ്പിയാണ്. അതായത് സിംഗിൾ ജീൻ തെറപ്പി ഡിഫക്ട്സിലാണ്, അത് മോണോജീനിക് ഡിസീസ് എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദിറ്റ് ജെനറ്റിക് ഡിസീസ്, അതായത് സ്ട്രോങ്, വളരെ ചെറുപ്പത്തിൽ തന്നെ ആ ഡിസീസ് ഉണ്ടാകും, അല്ലെങ്കിൽ വളരെ സ്ട്രോങ് സിവിയർ സിംറ്റംസ് ഉണ്ട്. ഒരു ജീനിൽ നമുക്ക് ആ ഒരു എന്താ പറയുന്നത് മ്യൂട്ടേഷൻ കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള ജീൻസിനെ കറക്റ്റ് ചെയ്യുകയൊക്കെയാണ് വളരെയധികം എളുപ്പം. അത് മാത്രമല്ല, ടിഷ്യൂ ഓർഗൻസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ജീൻ തെറപ്പി ടാർഗറ്റ് ചെയ്യുന്ന ഐസ്, റെറ്റിനൽ തെറപ്പി ഡിഫക്ട്സിനെ, കാരണം ഐ എന്ന് പറയുന്ന ഓർഗൻ ബാക്കിയുള്ള ഓർഗനുമായിട്ട് കുറച്ച് കട്ട് ഓഫ് ആണ്. സോ നമ്മളിപ്പോ എന്തെങ്കിലും തെറപ്പി ഇവിടെ ടാർഗറ്റ് ചെയ്താൽ ഗോയിങ് ടു ദ അതർ പാർട്സ് ഓഫ് ദ ബോഡി വളരെ കുറവാണ്. അപ്പൊ ഇറ്റ് സേഫ് ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് ഇമ്പാക്ട് ദി അതർ ഓർഗൻസ്. പിന്നെ റെറ്റിന അധികം എളുപ്പം ഡിവൈഡ് ചെയ്യാത്ത സ്ഥലം. അപ്പൊ ഒത്തിരി കാര്യങ്ങൾ, ഐ ഉണ്ട്, പിന്നെ ലിവർ, സെൻട്രൽ നെർവസ് സിസ്റ്റം, ഈ 3 ഓർഗൻ സ്പെസിഫിക് തെറപ്പീസ് ആണ് കൂടുതൽ കാണുന്നത്.
ഇപ്പൊ ലങ് ക്യാൻസർ എന്നൊക്കെ പറയുന്ന വളരെയധികം പിന്നെ ഒത്തിരി ലങ് ഡിഫക്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അത് തെറപ്പി ടാർഗറ്റ് ചെയ്യുന്നതിൽ അത്ര ഇതാവുന്നില്ല. കാരണം ലങ് വളരെ ഇമ്മ്യൂൺ സെൻസിറ്റീവ് ഓർഗനാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ കോംപ്ലെക്സ് ഡിസീസ് വേർ പോളിജിനിക് എന്ന് പറയുന്നത്, അതായത് മൾട്ടിപ്പിൾ ജീൻസ് ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ഓൾസോ ലൈഫ് സ്റ്റൈലിന്റെ ഇമ്പാക്ട് ഉണ്ട്, നമ്മുടെ പിന്നെ എൻവിറോൺമെന്റിന്റെ ഇമ്പാക്ട് ഉണ്ട്. ഇങ്ങനെയൊക്കെ, അതായത് അങ്ങനത്തെ ഡിസീസ് എന്ന് പറയുന്നത് പോളിജിനിക് ഡിസീസ് ആണ്. അതായത് ഒരു ജീൻ കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ജീൻസ് കറക്റ്റ് ചെയ്യുകയോ ചെയ്തുകൊണ്ട് മാത്രം അതിന്റെ പിന്നെ സിംറ്റംസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം അതർ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയും അങ്ങനത്തെ തെറപ്പീസ് വൺസ് ആൻഡ് ഫോർ ഡൺ ജീൻ തെറപ്പി ഉണ്ടല്ലോ, ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്ഷൻ ഉണ്ടാവുകയും അങ്ങനത്തെ ഒരു പോസിബിൾ ഉണ്ടാവില്ല. നമുക്ക് ഇപ്പൊ സെൽ തെറപ്പി തന്നെ, ഇപ്പൊ നമുക്ക് തന്നെ ഡയബറ്റീസിൽ പാൻക്രിയാറ്റിക് സെൽസ് റീ എഞ്ചിനീയർ ചെയ്ത് ഇൻസുലിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ സെൽസിനെ റീ എഞ്ചിനീയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇറ്റ് വിൽ റിക്വയർ മൾട്ടിപ്പിൾ ഡോസസ് ഓഫ് സച്ച് സെൽ തെറപ്പീസ്. കാരണം ആ സെൽസ് ഒക്കെ എളുപ്പം ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എഞ്ചിനീയർഡ് സാധനം എല്ലാം പോകും. മനസ്സിലായില്ലേ? You still need to replenish that engineered cells as often as possible. ആ ഒരു കോസ്റ്റ് നമുക്ക് താങ്ങാൻ പറ്റുമോ? കാരണം ഈ എഞ്ചിനീയർഡ് സെൽസിന്റെ മാനുഫാക്ചറിങ് പ്രോസസ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. Who is going to pay for these therapies? Who's going to pay for this gene therapy, cell therapy? What is the financial model for this? ഇതൊക്കെ ഒത്തിരി ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. ഇന്ത്യയിൽ പ്രത്യേകിച്ച് യാതൊരു ഗൈഡ് ലൈൻസോ യാതൊരു ഫ്രെയിംവർക്കും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പുറത്ത് it has started, at least in US and UK. UK has a different financial model to healthcare to US. ഒത്തിരി ഇൻഷുറൻസ് എത്ര പേ ചെയ്യാൻ പറ്റും? ഇസ് ഇറ്റ് an annuity payment അല്ലെങ്കിൽ പെർഫോമൻസ് ബേസ്ഡ് പേയ്മെന്റ് ആണ്? ഇതൊക്കെ ഒത്തിരി ചർച്ച ചെയ്യുകയും there are committees which have been formed both by government and non-government organizations to look into it. ഇന്ത്യയിൽ as maybe I'm not today, but I could not see anything that is actually government is formulating how to fund or who is going to take care of this cell therapy. അത് ഒത്തിരി ചർച്ച ചെയ്യപ്പെടേണ്ടതും പോളിസി ഡെസിഷൻസ് എടുക്കപ്പെടേണ്ടതുമാണ്. അതർവൈസ് ഈ സെൽ തെറപ്പി ഒന്നും സാധാരണക്കാരന് വളരെ ബുദ്ധിമുട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ തന്നെ നമ്മൾ ഈ ലേറ്റസ്റ്റ് ന്യൂസ് പേപ്പർ ഐ സോ ഇറ്റ് ഇൻ ഇന്ത്യൻ എക്സ്പ്രസ്, കാർട്ടി തെറപ്പി വിച്ച് ഇസ് വെരി സക്സസ്ഫുൾ. വളരെ അധികം പിന്നെ പുറത്ത് ഉള്ള പിന്നെ ലിംഫോമെ ക്യൂർ ചെയ്യുകയും അക്യൂട്ട് ലിംഫോപ്ലാസ്റ്റിക് ലുക്കീമിയ ക്യൂർ ചെയ്യുകയും. പക്ഷേ 16 crore rupees എങ്ങനെ താങ്ങാൻ പറ്റും ഒരു പാരന്റിന്? ഹൗഎവർ ഇൽ ദ ചൈൽഡ് ഇസ്, it would be difficult. Who's going to fund it? Now crowdsourcing is one, but how will you sustain such crowdsourcing? You need specific mechanisms, tools to do how crowdsourcing. Government in a policy so onnumilla. Who is going to fund? Which healthcare is it? Public healthcare or private healthcare? How is a financial model to fund this gene therapy ennallathu അല്ലെങ്കിൽ cell therapy ennallathu? It's a big question, especially for developing countries. Adu or aspect. When he neglected disorders like tropical disorders, malaria, chikungunya, I wouldn't say when gene therapy വളരെയധികം ബ്രേക്ക് ത്രൂ ഭൂമി സമയത്ത് ഇതൊക്കെ ഒത്തിരി ശരിക്കും നെഗ്ലക്റ്റഡ് തന്നെ ആയിരുന്നു. People were concentrating on cancer, diabetes to an extent, yes, to understand the drug mechanisms, treatment mechanism, disease pathology. ഇതൊക്കെ മോഡേൺ ടൂൾസ് വെച്ച് പല പഠനങ്ങളും നടന്നു. പക്ഷെ ചിക്കൻഗുനിയ, മലേറിയ, ഈവൻ ടു ആൻ എക്സ്റ്റെന്റ് TB, ഇതൊക്കെ ഒത്തിരി പിന്നിപ്പോയിട്ടുണ്ട്. പക്ഷെ now there is a surge or emerging science to actually look at neglected especially tropical diseases actually. അതിന് ഒത്തിരി ഗ്രാൻസ് വരുന്നുണ്ട്. ആൻഡ് സം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഹാവ് ബീൻ ഫോംഡ് ടു ആക്ച്വലി ലുക്ക് ഇൻ ടു ദിസ് ഡിസീസസ്, പ്രത്യേകിച്ച് ഡെങ്കു, ചിക്കൻഗുനിയ, വൈറൽ ഡിസീസസിന്. I think I would say COVID-19 റിസർച്ച് ഒക്കെ തന്നെ ഒത്തിരി തന്നെ അതിന്റെ ടൂൾസും ടെക്നോളജിയും ഇതിന് ഉപകരിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അവസാനമായിട്ട് ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് എത്തിക്സും പൊളിറ്റിക്സും ആണ്. എത്തിക്സ് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചു, നമ്മളിപ്പോ ആംനിയോസെന്റസിസ് ചെയ്യുന്നു. ആംനിയോസെന്റസിസ് ചെയ്യുന്നു, നമ്മൾ ജീനിൽ എന്തെങ്കിലും പ്രോബ്ലം കാണുന്നു, ഡൗൺ സിൻഡ്രോം കാണുന്നു. അപ്പോ നമ്മള് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ 20 വീക്സിന് മുന്നേ അബോർഷന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലൊരു ചോദ്യമില്ലേ, എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള കിഡ് മാത്രം നമുക്ക് മതിയോ, നമ്മുടെ സൊസൈറ്റിയിൽ മതിയോ എന്നൊരു ചോദ്യമുണ്ട്. അപ്പൊ ജീനോമിക്സ് വരുമ്പോ എപ്പോഴും പെർഫെക്ഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ വേൾഡ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരുന്നാൽ മതിയോ? ഇതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ബിഗ് ഫാർമയുടെ പൊളിറ്റിക്സ്. ഇപ്പോ ഡോക്ടർ പറഞ്ഞു, ഇപ്പോ നമ്മൾ കൂടുതലും ന്യൂറോൺ റിലേറ്റഡ് ആയിട്ട് റിസർച്ച് ഈ ഫീൽഡിൽ നടക്കാൻ കാരണം
ഒന്ന് അത് ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്, അത് മറ്റുള്ള സിസ്റ്റം ആയിട്ടുള്ള നെറ്റ്വർക്കിംഗിൽ നടക്കുന്നില്ല. പക്ഷെ ഒരു പൊളിറ്റിക്കൽ വ്യൂവിൽ ചിന്തിക്കുന്ന ഒരാള് നോക്കുമ്പോഴത്തേനും വികസിത രാജ്യങ്ങളിൽ കൂടുതലും ഈ ഡിമെൻഷ്യ, അതുപോലെ തന്നെ ആൽഷമൈസ്, ഇങ്ങനെ ന്യൂറോൺ റിലേറ്റഡ് രോഗങ്ങളാണ് പ്രിവെയിലിംഗ് ഇപ്പോ, അല്ലെ? മറ്റുള്ളതിനൊക്കെ അവർ നന്നായിട്ട് കൺട്രോള് നടത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോ ബിഗ് ഫാർമയുടെ പൊളിറ്റിക്സ് ഈ ജീൻ തെറാപ്പി, ഇത് മാത്രമല്ല, വേറെ ഒന്ന് വരുന്നത് പേഴ്സണലൈസ്ഡ് തെറാപ്പി വരുമ്പോ അത് ഒട്ടും കോസ്റ്റ് ഇഫക്റ്റീവ് അല്ല അറ്റ് ദ മൊമെന്റ്, ഭയങ്കര കാശാണ്. നമ്മൾ ജനറിക് മെഡിസിൻ പറയുമ്പോൾ തന്നെ, ബ്രാൻഡഡ് മെഡിസിൻ പറയുമ്പോൾ തന്നെ ജനറിക് മെഡിസിന്റെ കാശും ബ്രാൻഡഡ് മെഡിസിന്റെ കാശും താരതമ്യപ്പെടുത്തുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ അന്തരം. അപ്പോ ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് വരുമ്പോ അതെന്തായാലും സാധാരണ ജനങ്ങളെ സഹായിക്കുന്നതിന് കൂടുതൽ ബിഗ് ഫാർമയെ സഹായിക്കും. അപ്പോ ഇതിലൊരു ബാലൻസ് എങ്ങനെ നമുക്ക് സാധ്യമാക്കാം? ഈ 3 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഓരോന്നായിട്ട് മറുപടി പറഞ്ഞാലും മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് എത്തിക്സ് ഓഫ് ജീൻ ടെസ്റ്റിംഗ്. അതൊരു ഫൈൻ ബാലൻസ് തന്നെയാണ്. കാരണം ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. ടു ബിഗിൻ വിത്ത് ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. Now, obviously, it's a societal pressure also is there. അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം എല്ലാ ഡിസൈനർ ബേബീസ് കൺസെപ്റ്റിന്റെ കാലമാണ്. ഡിസൈനർ ബേബീസ് ആക്ച്വലി ഡിസൈനർ ബേബീസ് ആണ്. അതെ. അപ്പം ഓഫ് കോഴ്സ് നമ്മൾ തന്നെയും ഇപ്പം നമ്മൾ it's not going to the biology. How do you want your children to grow up? ഏറ്റവും പഠിക്കുന്നത്, ഏറ്റവും നല്ല മാർക്ക് മേടിക്കുന്നത്, ഏറ്റവും സ്പോർട്സിൽ പിന്നെ അതുല്യമായിട്ട്. സോ ദ ഹോൾ വേൾഡ് ഇസ് ചേഞ്ചിങ്. നമ്മൾ തന്നെ ലുക്സിനും കറക്ഷനും പ്ലാസ്റ്റിക് സർജറിയും എല്ലാം തന്നെ. സോ യു കനോട്ട് take biology or medicine out of it. No, so it's going to fall under the societal anyway, scoping it out, right? നമ്മള് അപ്പൊ ഒരു പെർഫെക്റ്റ് വേൾഡിലേക്കാണ് പ്രോഗ്രസ് ചെയ്യുന്നത്. ലോട്ട് ഓഫ് ഇൽനെസസ്. നമ്മൾ ആലോചിക്കണം, ലോഞ്ചിറ്റിവിറ്റി കൂടി, ദ ചാൻസസ് ഓഫ് യു ഗെറ്റിംഗ് ക്യാൻസേഴ്സ്, യൂറോളജിക്കൽ. പണ്ടൊക്കെ 50-55 വയസ്സ് കഴിഞ്ഞാൽ യുവർ റീപ്രൊഡക്റ്റീവ് നീഡ് ടു ദ നേച്ചർ ഇസ് ഓവർ. യു ആർ നമ്മുടെ റിസോഴ്സ് യങ്ങർ ജനറേഷനിലോട്ട് ഇത് ചെയ്യേണ്ട സമയത്ത് യു ആർ ടെക്നിക്കലി you will be dead, right? ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. നമ്മൾ മെഡിക്കൽ അസിസ്റ്റഡ് ലിവിംഗ് ആണ്. 50 വയസ്സ് കഴിയുമ്പോൾ മരുന്നുകൾ കഴിച്ചും ടെസ്റ്റുകൾ ചെയ്തും ഏത് നേരം നമ്മുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്തും നമ്മൾ വളരെ ആന്ത്രോപോസെൻട്രിക്കും സെൽഫ് സെൻട്രിക്കുമായിട്ട് ജീവിക്കുന്ന ഒരു ലോകമായി മാറി. പിന്നെ അന്നേരം ഈ പെർഫെക്ഷനും എന്താ പറയുന്നത്, കൂടുതൽ നാളെ ജീവിക്കുകയും കൂടുതൽ പ്രൊഡക്ടിവിറ്റിയും, ഇതൊക്കെ നമുക്ക് സൊസൈറ്റിയിൽ കൺസ്ട്രക്ട് നോ. അതിൽ നമുക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അത് ഫാർമ കമ്പനി ഈസ് ഗോയിങ് ടു മേക്ക് ബെനിഫിറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. നോ, now which is ഇതൊരു എഗ് ആൻഡ് ചിക്കൻ സ്റ്റോറിയാണ്. അവരാണോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, നമ്മൾ അതിൽ ഫോൾ ട്രാപ്പ് ചെയ്തതാണോ, അത് സൊസൈറ്റി വാണ്ടഡ് ഇറ്റ് ആൻഡ് ഫാർമ കമ്പനീസ് കേറ്ററിംഗ് ടു ഇറ്റ്? അത് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദി ഇമ്പാക്ട് എന്നുള്ളത് നമുക്ക് എന്നും ചർച്ച ചെയ്യാം. നൗ എത്തിക്സ് ഓഫ് ഡൂയിങ് ജനറ്റിക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഫൈൻ ബാലൻസ് ആണ്. ഇഫ് സർട്ടൻ ഇൽനെസ് യു ഡി നോട്ട് വാണ്ട് എ ചൈൽഡ് which is with lot of congenital abnormalities, അത് ഒരു പാരന്റിന് അത് വളരെയധികം താങ്ങാൻ, ഇമോഷണലും പിന്നെ എക്കണോമിക്കലും താങ്ങാൻ പറ്റാതെ പറ്റുകയാണെങ്കിലും ആ കുട്ടിക്ക് ഒരു രീതിയിലും ഉള്ള ഹെൽത്ത്, അതായത് ഭാവിയിൽ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ വെദർ യു വാണ്ട് ടു ഹാവ് ദാറ്റ് ചൈൽഡ് ഓർ നോട്ട്. I don't question or I don't want to justify justified അത് തന്നെയാണ്. പക്ഷെ അതിന്റെ ഒരു പാച്ചിൽ നമ്മൾ എല്ലാം കറക്റ്റ് പിന്നെ ജെനറ്റിക്സും അതായത് നമുക്ക് 50 വയസ്സ് വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളോ അല്ലെങ്കിൽ നമുക്ക് പല മസ്കുലർ ഡിസ്ട്രിഫ് ഉണ്ട്. ചൈൽഡ് ഇസ് ബോൺ വിത്ത് സം മസ്കുലർ അബ്നോർമാലിറ്റീസ്, പക്ഷേ ദ ചൈൽഡ് വിൽ സർവൈവ്, സം amount of quality of life would be can be maintained. അതൊക്കെ തന്നെ നമ്മൾ കണ്ടുപിടിച്ച് ആ കുട്ടിയെ വേണ്ടെന്ന് വെക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. അതൊരു ഫൈൻ ഡ്രോപ്പിലൂടെ നടക്കുകയാണ്. ഐ വുഡ് സേ ഇറ്റ്സ് എ പേഴ്സണൽ ചോയ്സ്. പക്ഷേ ഒരു massive genetic testing to find out what everything would happen to the child, I actually do not believe in it actually. But certain chromosomal abnormalities which could be identified early and പലപ്പോഴും പിന്നെ ചൈൽഡ് പലപ്പോഴും സ്റ്റിൽ ബർത്ത് ആകും, ഉണ്ടായ ഉടൻ തന്നെ മരിക്കും. അതൊക്കെ ഒരു പാരന്റ്സിനും മദറിനൊക്കെ പറയുന്ന വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ടു റിമൂവ് അത് എത്രയും കുറയ്ക്കണം എന്ന് തന്നെയാണ്. എസ്പെഷ്യലി നമുക്ക് ടെക്നോളജി അതിനോട് പിന്നെ ഇത് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നെങ്കിൽ വി ഷുഡ് യൂസ് ഇറ്റ് എന്നുള്ളതാണ്. പക്ഷേ it's also up to the clinician. At times I feel ഒരു ക്ലിനിഷ്യന് വളരെയധികം തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഫീൽഡാണിത്. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് എല്ലാം ചെയ്യുന്ന ഒരു രീതി ഞാൻ ഇത് ചെയ്യുന്നില്ല. ഐ ഫീൽ ദ ക്ലിനിഷ്യൻ ഓൾസോ ഷുഡ് ബി എത്തിക്കലി റൈറ്റ് ടു അഡ്വൈസ് പാരന്റ്സ് എന്നുള്ളതാണ്.
എൻ്റെ ഒരു ഫീലിംഗ്. ആൻഡ് ഓൾസോ ബട്ട് മോസ്റ്റ് ഓഫ് ദ ക്ലിനിഷ്യൻസ് ആർ ഓൾസോ നോട്ട് എഡ്യൂക്കേറ്റഡ് ഇൻ ദിസ് എത്തിക്കൽ ആസ്പെക്ട് ഓഫ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. അതൊരു ബയോ എത്തിക്സ് എന്ന് പറയുന്നത് പഠനമില്ല നമുക്ക് ഒരു ഫീൽഡിലും ഇല്ല. ഇറ്റ് ഈസ് പാരലലി ഇവോൾവിംഗ് ഒരു ഫീൽഡാണ്. അതും ഈ സയന്റിഫിക് റിസർച്ചും ക്ലിനിക്കൽ പ്രാക്ടീസും ഒരിക്കലും കൂട്ടുമുട്ടുന്നില്ല. ഇറ്റ് ഇസ് എ പാരലൽ. അതൊരു പോളിസീസ് ഉണ്ടാക്കുന്നു, അത് പിന്നെ ബാക്കി സൊസൈറ്റി എന്ത് ചെയ്യുന്നു നോക്കുന്നു, മാറി നിൽക്കുന്നു. വൈ ഇസ് ഇറ്റ് നോട്ട് ഇന്റഗ്രേറ്റഡ് ആസ് പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ? സോ ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് അറ്റ് സ്കൂൾ ബേസിക്കലി. എല്ലാ റിസർച്ച് ഡിവിഷൻ ഗ്രൂപ്പുകളിലും ഒരു ബയോ എത്തിക്സ് ഗ്രൂപ്പ് വേണ്ടതാണ്. അതെ 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 അതെ. ഇത്രയും എത്തിക്സ് കമ്മിറ്റികളും വേണം. നമുക്ക് ആനിമൽ എത്തിക്സ് പലപ്പോഴും ഉണ്ട്, പക്ഷെ അതേസമയം നമുക്ക് ഈ ആന്ത്രോപോസെൻട്രിക് ആയിട്ടുള്ള ഇത്തരം എത്തിക്സ് അതിനുള്ള ഗ്രൂപ്പ് ഇല്ല. ഓൾസോ ഇൻട്രസ്റ്റിംഗ്ലി ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുകയായിരുന്നു, ജീൻ തെറപ്പി ബൂം ചെയ്യുന്നപ്പോഴത്തേക്ക് പല ഇപ്പൊ ജീൻ തെറാപ്പീസ് ബേസിക്കലി 1-2 ഫീൽഡുകളിലാണ്, ആസ് യു ആർ റൈറ്റ് ഇൻ പോയിന്റിംഗ് ഇറ്റ് ഔട്ട്. Eventually, you should not worry. Investors are going to ask, why are these diseases being taken up? Why are the others not? Companies എല്ലാം വളരെ പബ്ലിക് ഫണ്ടിങ് ഒക്കെ ഉള്ളതാണ്. And governments also should ask, even non-government organizations, geographic organization, WHO, even ഇതിനൊക്കെ ഒരു സേ ഉണ്ടാകും. Why these diseases are ignored and why പാവപ്പെട്ടവരുടെ രോഗങ്ങളുണ്ട്. അതാണ് exactly. അതിനൊക്കെ പലപ്പോഴും ഇങ്ങനത്തെ സെല്ലുലർ തെറപ്പീസ് ഒക്കെ വളരെയധികം പിന്നെ ബെനിഫിഷ്യൽ ആണ്. ബട്ട് why are they not doing it? അതൊക്കെ ഡെഫിനറ്റ്ലി ചോദ്യങ്ങൾ തന്നെ ചോദിക്കണം. ഐ തിങ്ക് ദേ ഷുഡ് ബി സിറ്റിസൺ ഫോറംസ് ടു ആസ്ക് ഇറ്റ്. യൂറോപ്പിലൊക്കെ കുറച്ചധികം ഫോറംസ് ഉണ്ട്. US ഓൾസോ there are some alliances that are happening. ഡെവലപ്പിംഗ് കൺട്രീസിന്റെ കാര്യങ്ങൾ വളരെയധികം പിന്നിലോട്ട് തന്നെയാണ്. ഐ തിങ്ക് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഷുഡ് കം ഇൻ. ഞാൻ പറയുന്ന എഡ്യൂക്കേറ്റഡ് പീപ്പിൾ മാത്രമല്ല, പക്ഷെ ഐ തിങ്ക് വി ഷുഡ് ആക്ച്വലി സ്പിയർഹെഡ് ദിസ്. I feel scientists also, but we are living in castles where we don't know what is happening outside. നമ്മുടെ റിസർച്ചിൽ വളരെ ഓസ്ട്രിച്ച് ആയിട്ട് ഇരുന്ന് പണിയെടുക്കുവാണെങ്കിൽ we don't know what is the impact of it. അത് ഒരു പക്ഷെ I feel some of the translational scientists, like I would say I call myself as a translational scientist, where looking at what happens in the genes, can it translate to clinic? ഒരു കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. I think we should be aware and we should also create such kind of awareness. Also we should participate in such kind of questions and asking questions and forming policies. അത് വളരെയധികം ഉണ്ടാവണം. These are questions that right now no answers, but I think in 10 years time when gene therapy, so it's going to be the major form of therapy if you ask me. Eventually it is going to take up almost 20 to 30% of the entire healthcare. Eventually healthcare is a combination healthcare ആയിരിക്കാം. Small molecules, biologics, curative therapies like gene therapy, bacterial therapy, ഒക്കെ ആയിട്ടൊരു കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷെ ഇറ്റ് ഹാസ് എ പ്രോമിനൻസ്. ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഇറ്റ്സ് ടു ലേറ്റ് ഓൾസോ. ഐ കുഡ് ഫീൽ ഇറ്റ്സ് നോട്ട് ഈവൻ ദ റൈറ്റ് ടൈം. ഇറ്റ്സ് ഐ ബിലീവ് വി ഷുഡ്, ഇറ്റ്സ് എ നീഡ് ഓഫ് ദി അവർ. ഈ ഫീൽഡിൽ ഇപ്പൊ ഇത്ര നാളായില്ലേ വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇനി വരുന്ന ചെറിയ സയന്റിസ്റ്റുകൾക്കായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ടോ? ഈ ജീനോമിക്സ്, ടെക്നോളജി, ബയോളജി, ഈ കൊളാബറേഷൻ അങ്ങനെ വരുന്ന ആ ഫീൽഡിൽ നിന്നുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു മെസ്സേജ് എന്ന് ഞാൻ പറയില്ല, ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു കോട്ട്. ഐ ഫീൽ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് ഏറ ടു ബി ബയോളജിസ്റ്റ്. ബയോളജിസ്റ്റ് എന്ന് പറയുന്നത് കൺവെൻഷണൽ ആയിട്ട് ബയോളജി എഡ്യൂക്കേഷൻ മാത്രമല്ല, യു ക്യാൻ ബി learning chemistry, physics, mathematics. All of us can contribute to human health, human diseases, environment, sustainability, energy. Everything will merge into big data, biology. It's a very interesting field. While interdisciplinary studies take up, I feel one should not be ഒരു സാധനം തന്നെ പഠിച്ച് അതിനകത്ത് പിന്നെ മാത്രം ജോലിയോ അല്ലെങ്കിൽ ഒരു കരിയറോ പെർസ്യൂ ചെയ്യുന്നതിനെക്കാളും you should actually have some basic education, basic science തന്നെ പഠിക്കണം. അല്ലെങ്കിൽ basic I also say that humanities has an impact, philosophy, history, social science. What we don't do is our biology education അല്ലെങ്കിൽ even to an extent science and technology education ഭാഗമായിട്ട് നമ്മൾ ഒരിക്കലും സോഷ്യൽ സയൻസ് പഠിക്കുന്നില്ല, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നില്ല. ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട്. ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. കാരണം അതും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇഫ് യു ക്യാൻ പെർസ്യൂ. ഐ അണ്ടർസ്റ്റാൻഡ് ഇന്ത്യ പോലത്തെ കൺട്രീസിൽ വളരെ പരിമിതമായിട്ടുള്ള ചോയ്സുകളെ ഉള്ളൂ അതൊക്കെ പഠിക്കാനും. പക്ഷേ ഇറ്റ്സ് എ ഇൻട്രസ്റ്റിംഗ് ഫീൽഡ്. ഐ തിങ്ക് ഓൾ ഓഫ് us can contribute. I think everybody can contribute in this field in their own way.
actually, because somebody should question certain philosophies, certain ethics. Somebody should understand the impact of certain cures in poor people, who's going to pay. I mean, I think ഇതെല്ലാം തന്നെയും ഇവോൾവ് ചെയ്യുന്ന ഒരു സാധനമാണ് ലൈഫ് സയൻസ് റിസർച്ച് അല്ലെങ്കിൽ ബയോളജി റിസർച്ച്. Primarily, I spoke from a human healthcare perspective, പക്ഷേ പല പല സസ്റ്റൈനബിലിറ്റി, ഇപ്പം എനർജി, ക്ലൈമറ്റ്, ഇതെല്ലാം വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഹ്യൂമൻ ഹെൽത്ത് ഇസ് ഗോയിങ് ടു ബി ദ പ്രിഡോമിനന്റ് ഫീൽഡ് എന്നും ആയിരിക്കും, കാരണം വി വുഡ് വാണ്ട് ടു ബി ഹെൽത്തി, ദാറ്റ്സ് അവർ പ്രൈമറി. പക്ഷേ അതിന്റെ കൂടെ തന്നെ ക്ലൈമറ്റ്, എനർജി, സസ്റ്റൈനബിലിറ്റി, ബയോഫ്യൂൽസ്, ഇതെല്ലാം തന്നെ വളരെയധികം എമർജിങ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ടു ബി ടെക്നോളജി സയൻസും കൂടെ ചേർന്ന് ഉള്ള ഒരു മുന്നേറ്റമാണ്. ഇറ്റ്സ് ഗുഡ് ടു ബി എ പാർട്ട് ഓഫ് ദിസ് ജേർണി ഓൾസോ. I feel happy and I really feel privileged to do science. വളരെ നന്ദി. ഇത്രയും നല്ലൊരു വളരെ ഡീപ്പ് ആയിട്ടുള്ള ഒരു സെഷൻ ഞങ്ങൾക്ക് തന്നതിന് ലൂക്ക ടോക്കിന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. ഇനിയും പല സന്ദർഭങ്ങളിലും നമ്മൾ കൂട്ടിമുട്ടും, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ സംസാരിക്കും ലൂക്കയ്ക്ക് വേണ്ടി, പരിഷത്തിന് വേണ്ടി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. നന്ദി.